നമസ്കാരം കൂട്ടരെ, സുഖമാണോ? ഉച്ചയ്ക്ക് ഊണിൻ്റെ പരിപാടിയൊക്കെ റെഡിയായോ? എനിക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മീൻ കിട്ടിയില്ല, അപ്പോൾ പിന്നെ 2 മുട്ടയെടുത്ത് ഒന്ന് ചിക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കി പൊരിക്കലാണ്, പക്ഷേ ടേസ്റ്റ് വന്ന് സൂപ്പറാണ് കേട്ടോ. ഇതിൽ മുട്ടയൊന്ന് പൊട്ടിച്ചു ഒഴിക്കട്ടെ. ഇനി ഇതിൽ നമുക്ക് ചേർക്കേണ്ട എന്താണെന്നറിയോ? ലേശം ഉപ്പ് ചേർക്കണം. ഇനി ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, കാരണം വേറെ കറിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ. ഇതും എന്താ പറയുക, കുറച്ച് കട്ടത്തൈരും ഒരു കഷ്ണം അച്ചാറും കൂടി ആകുമ്പോൾ ആഹാ അടിപൊളിയല്ലേ. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത് കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്ത് ചെയ്തോളൂ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി വേണം, ഒരു പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി. 2 മുട്ടയിലേ നമ്മൾ എടുത്തത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച്, ഒരു വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മതിയാവും, പകുതിയും വേണമെന്നില്ല. ഇത് ചെറിയ തക്കാളി, ഒരു അരമുറി തക്കാളി എടുത്തു. അപ്പോൾ ഇച്ചിരി പുളിപ്പൊക്കെ വേണമല്ലോ, പുളിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതായത് വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഇതിൽ ഉള്ളി ചേർക്കട്ടെ, പച്ചമുളക് ചേർക്കട്ടെ, ടൊമാറ്റോ ചേർക്കട്ടെ. കണ്ടോളൂ, ഉള്ളി ചെറിയ ഉള്ളിയാണേ. ഇത് തൊലിയൊക്കെ ഇരുന്ന് പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ചല്ലേ വേണ്ടത്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടൊമാറ്റോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചീരയോ അല്ലെങ്കിൽ ക്യാബേജോ ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ചട്ടിയിൽ നോക്കിയപ്പോൾ ഈ ഒരു ചീര, ഇത് നോക്കൂ, ഈ ചീര അറിയോ നിങ്ങൾക്ക്? ഈ ഒരു ചീര കുറച്ച് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. പക്ഷേ ഇത് കണ്ടാൽ കറിവേപ്പില പോലെ ഇല്ലേ, കണ്ടോ? ഇതെന്തോ വേലിച്ചീര അങ്ങനെയൊക്കെ പറയൂലേ, അതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില പോലെ ഇരിക്കുകയും ചെയ്യും, പക്ഷേ നല്ല ഗുണമുള്ള ചീരയാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ, ചേർക്കട്ടെ. ഇവിടെ ക്യാബേജും ക്യാരറ്റും ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്ക് കഴിക്കാമായിരുന്നു, പക്ഷേ അതൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. നല്ലപോലെ കഴുകിയൊക്കെ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ചേർത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം, കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. അതും ഇതും കണ്ട ഒരുപോലെ ഇരിക്കും. എന്നാലും നമുക്ക് സാധാരണ കറിവേപ്പില ചേർത്തില്ലെങ്കിൽ എന്തോ ഒരു വിഷമമല്ലേ, ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കറിവേപ്പില, 2 കണ്ട ഒരുപോലെ ഇരിക്കുന്നത്, പക്ഷേ ഗുണം വേറെയാണ്. ഇതിൽ ചേർത്തു. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അടിച്ച് പതിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. എടുത്തിട്ട് വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ പോകല്ലേ. ചെറുതായിട്ടൊന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറുതായിട്ട്, വലുതായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നോക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഇഷ്ടമാണല്ലോ. ചിലർക്ക് ചിലപ്പോൾ ഈ ചീര ചേർക്കുന്ന ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് തക്കാളി ചേർക്കുന്ന ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതായത് വേറൊന്നുമല്ല, നമുക്കിതിൽ 1 സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ മുട്ടയും പാലിലും ഒക്കെ മുക്കി പൊരിക്കില്ലേ, അതുപോലെ കുറച്ച്, എത്ര മുട്ടയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് പൊരിച്ച് കഴിക്കുന്നത് നല്ലതല്ലേ. പിന്നെ കുറച്ച് ഇതും കൂടി കേട്ടോ, ചില്ലി ഫ്ലേക്സും കൂടി ചേർത്താൽ എന്താ പറയുക, നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് മാത്രമേ ചേർക്കാവൂ എന്നൊന്നുമില്ല. 2 മുട്ടയുണ്ടെങ്കിൽ അതിൽ പലതും ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു നേരം കുശാലായിട്ട് വിശാലമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അപാര ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ
ചിലപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ചിന്തയാണല്ലോ. കാണുന്നത് ഒന്നാണെങ്കിലും ചിന്തിക്കുന്നത് പല വിധത്തിലാണ്. അപ്പോൾ അവരവരുടെ രുചിക്കനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല അടിച്ചു പതപ്പിക്കണം കേട്ടോ. അടിച്ചു പതപ്പിക്കുന്നതിലാണ് ഇരിക്കുന്നത് കാര്യം. എന്ത് ചേർക്കുന്നു എന്നല്ല, അല്ലേ? പാൻ വെച്ചു. നമുക്കിതിൽ കുറച്ച് ബട്ടർ ചേർക്കാം. കൊള്ളാല്ലേ കാണും. ഇനി പൊരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ നമ്മളെങ്ങനെയാണോ പൊരിക്കുന്നത് അതുപോലെ പൊരിക്കണം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. കണ്ടോ മക്കളെ, കണ്ടോ? ആഹാ, കണ്ടോ? ആവി പറക്കുക കണ്ടോ? ഇതിനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. കണ്ടോ? നല്ല ടേസ്റ്റ് ആട്ടോ. സത്യം, ഇത് മാത്രം മതി, ചോറൊന്നും വേണ്ട. ഇത് കഴിച്ചാൽ മതി കേട്ടോ. സൂപ്പറാണ്. എല്ലാം ഉണ്ട് ഇതിൽ. ചീരയുണ്ട്, എല്ലാം ഉണ്ട്, മുട്ടയുണ്ട്, പാലുണ്ട്, എല്ലാം ഉണ്ടല്ലോ. സൂപ്പറല്ലേ? ഒരു വെടിക്ക് 2 പക്ഷി. കഴിച്ചോളൂ, കഴിക്കൂ കഴിച്ചുകൊണ്ടേയിരിക്കും.